നമസ്കാരം. തിരുവല്ല ന്യൂസിലേക്ക് സ്വാഗതം. തിരുവല്ല കുറ്റപ്പുഴ ഏതാണ്ട് 30ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി സഞ്ചാരമാർഗമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീപ്പിന് സമീപമുള്ള റെയിൽവേ ലൈനിൽ ചേർന്ന് കിടക്കുന്ന റോഡ് റെയിൽവേ ഒരു അറിയിപ്പും കൂടാതെ കേഡറുകൾ ഉപയോഗിച്ച് ഇരുചക്ര വാഹനം പോലും കടക്കാനാവാതെ അടച്ചുപൂട്ടി. കിടപ്പ് രോഗികളും കുട്ടികളും തൊഴിലാളി അടങ്ങുന്ന സാധാരണക്കാരായ കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നു. സ്ഥലം MLA മാത്തുടി തോമസ് സ്ഥലം സന്ദർശിക്കുകയും MP ആന്റോ ആന്റണിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ആന്റോ ആന്റണി അതിനുവേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഞങ്ങൾ വയ്യാത്തവരെ ആരും വന്ന് എടുത്തുകൂടെ കൊണ്ടുപോകും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോരെ, പിന്നെ ഇത് അടയ്ക്കണം, പിന്നെ ഇത് മാറ്റാൻ അതുപോലെ തന്നെ ഉള്ളൊരു 10 നമ്മൾ അതിനോട് സാധനം തന്നെയല്ലേ അതൊക്കെ അതെ നിങ്ങൾ കിട്ടുന്ന അതാണ് ഉറപ്പായിട്ട് സംസാരിച്ചു പറഞ്ഞേക്കുന്നു. അതുകൊണ്ടാണ് മാറ്റി പ്രശ്നം വരില്ല. ഓക്കെ, അവര് ഞങ്ങളോട് വരാൻ പറയുമ്പോൾ സാറ് വന്ന് പറഞ്ഞു 2 ദിവസം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ വാട്ടർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇപ്പം ഇടുക. അവിടുന്ന് വിളിച്ചു പറഞ്ഞു സാറേ ചെയ്യും, ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല. അവരുടെ പോയിട്ടുള്ള വസ്തു വഴി വെച്ച് സഞ്ചാരയോഗ്യ വഴി അവരുടെ വസ്തുക്കളുടെ വഴി തന്നെ അല്ല. ഇത് 50-60 വർഷങ്ങൾ മുമ്പേ ഇവിടെ താമസിച്ചിട്ടില്ല. ഒറ്റ ഒരു ട്രാക്ക് ഡബിളിങ് വന്നിട്ടും ഈ വഴി ഇവിടെ കിടക്കുക. പറയട്ടെ ആരെ നമുക്കറിയാൻ പറ്റില്ല. ഏവനാണ് വണ്ടി ഓടിച്ചത് മെങ്കിലാന്ന് അറിയത്തില്ല. അവൻ കൊണ്ട് കേട്ടിട്ട് ഒരാളല്ല, ആയിരിക്കുന്ന ഇഷ്ടമല്ല. ഇവിടെ മാത്രമല്ല, കേരളം തീർച്ചയായിട്ടും അതേ ഉള്ളൂ. ആ പുള്ളി പറഞ്ഞു നമ്മൾ എടുക്കാം. MLA ആണ് ചോദിച്ചത്. MLA കൃത്യമായ കാര്യം പറഞ്ഞുള്ളൂ. അവർ ചെയ്യട്ടെ ഇവരെ ചെയ്യട്ടെ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ MP നമ്മുടെ സീനിയർ ആയിട്ടുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ തൽക്കാലം ക്ലോസ് ചെയ്തു. MP ഫണ്ട് MP ഇവിടെ ബാരിക്കേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വിഷയമില്ല. അത് തെറ്റിദ്ധാരണയല്ല, മനഃപൂർവ്വം ചെയ്യുന്ന നമുക്ക് മോളിൽ നിന്നുള്ള ഇവിടെ നിന്ന് പകുതി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ സൈഡിലെ ബാഗ് ഇതേപോലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയട്ടെ. അപ്പൊ അത് പൊക്കത്തിലായിരുന്നെങ്കിൽ നമുക്ക് ഈ വിഷയമില്ലായിരുന്നു. നിങ്ങൾ വണ്ടി കൊണ്ടുപോയി ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് വേറെ വഴിയില്ല. ഇപ്പൊ MP ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ചെയ്തു തരാൻ സംഭവിച്ചിട്ടുണ്ട്. അതുവരെ താൽക്കാലം ഇത് ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. വാഹനമില്ല, പറ്റി വാഹനങ്ങൾ പോയിരിക്കാനാ ചെയ്യുന്നേ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്തിനു ചെയ്യുന്നത് ആരും ഒന്നിനും വന്നിട്ടില്ല. അപകടം പലയിടത്തും ഉണ്ടായപ്പോഴല്ലേ ഇവിടെയല്ല ഉണ്ടാകാതിരിക്കാൻ ഉണ്ടായ കാലം ഇതുവരെ ഞങ്ങളൊക്കെ കാണും ഓടിച്ചു വിടുക. ആ പുള്ളി പത്ര സങ്കടം പറഞ്ഞ് അപ്പനും അമ്മയും കിടക്കെ കിടന്നാ മലോ മൂത്രം എടുക്കുന്നത്. ഒരു സ്കൂട്ടറിലാണെങ്കിൽ ഒരു രാത്രി, ചിലപ്പോൾ ഇന്ന് രാത്രിയായിരിക്കും അവർ ജീവൻ പോകുന്നത്. അവരെ ഒന്ന് കൊണ്ടുപോകണ്ടേ? ആരോഗ്യമുള്ള മനുഷ്യർ ഒന്ന് അവരെ ഒന്ന് പറയുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ ഓരോ ട്രെയിൻ നോക്കുക, ആയിരക്കണക്കിന് ആൾക്കാരെ പോകുന്നത്. പിന്നെ അവരുടെ കാര്യം അവരെ കാര്യം അവരെ കുറിച്ച് പറയാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുന്നു.
നിങ്ങളുടെ പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടിയല്ല, അവരെ കുറിച്ച് പറയാൻ വേണ്ടി ഞങ്ങൾ തന്നെ ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ പറയുന്ന പോലല്ല. ആയിരിക്കുന്ന ആൾക്കാർ വണ്ടി പോയിക്കൊണ്ടിരിക്കും. അവരെ മെമ്പർ 5 വർഷം കൂടെ ഉണ്ടല്ലോ. MP എനിക്ക് തന്നെയല്ല, റെയിൽവേയുടെ അതോറിറ്റിക്കും വാക്ക് കൊടുത്തേക്കുന്നത്. നമ്മളെ വാങ്ങിക്കുന്നതിനെ ഞാൻ പോകണ്ട. ഇവിടെ ഇരുന്ന് രാത്രി എങ്ങനെ ഇവർക്ക് ഉറങ്ങാൻ മനുഷ്യ പറയണ കാണിക്കും. ഇതിന്റെ സെന്റർ ഇവിടെ കുത്തിക്കാൻ ആദ്യം ഇവിടുത്തെ കുഴി